നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും പ്രിയപ്പെട്ട ഇടമാണ് വീട്, അല്ലേ? എത്ര ദൂരെയാണെങ്കിലും വീടിനെ പറ്റിയുള്ള ചിന്തകൾ എപ്പോഴും നമുക്കൊപ്പം ഉണ്ടാകും. അത്രയും സന്തോഷം നൽകുന്ന മറ്റൊരു സങ്കല്പ ചിത്രവും വേറെയില്ല. ഈ വീടും നമ്മളെ കൊതിപ്പിക്കും. ഫ്രൈഡേ ഫിലിംസിന്റെ ബാനറിൽ റോജിൻ തോമസ് രചനയും സംവിധാനവും നിർവഹിച്ച ഹോം എന്ന സിനിമയിലെ നായകൻ 50 വയസ്സായ ഒലിവർ ട്വിസ്റ്റാണ്. ഭാര്യയും 2 ആൺമക്കളും ഒലിവറിന്റെ അപ്പച്ചനും അടങ്ങുന്ന 5-അംഗ കുടുംബമാണ് ഒലിവറിൻ്റേത്. മൂത്ത മകൻ ആന്റണി പേരെടുത്ത യുവ സംവിധായകനും രണ്ടാമൻ ചാൾസ് ഒരു യൂട്യൂബറുമാണ്. നമുക്ക് പരിചിതമായ കഥാപരിസരങ്ങളിലൂടെയാണ് സിനിമ വികസിക്കുന്നത്. ഇന്റർനെറ്റും സ്മാർട്ട് ഫോണും തുറന്നിട്ട വിവരവിസ്ഫോടനത്തിന്റെ ഒഴുക്കിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മക്കളുടെ വേഗത്തിലേക്ക് എത്തിപ്പെടാൻ ഒലിവർ ട്വിസ്റ്റ് നടത്തുന്ന പരിശ്രമങ്ങൾ നമ്മളെ ചിരിപ്പിക്കും. എത്ര ശ്രമിച്ചിട്ടും മക്കളോട് പിടിച്ചു നിൽക്കാനാവാതെ നിസ്സഹായനാകുന്ന ആ പിതാവ് ഇടയ്ക്ക് നമ്മുടെ കണ്ണ് നനയിക്കും. പ്രത്യേകിച്ച് എടുത്തു പറയാൻ തക്ക നേട്ടങ്ങളൊന്നും തൻ്റെ ജീവിതത്തിൽ ഇല്ലെന്ന ചിന്ത ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒലിവറിനെ നിരാശനാക്കുന്നുമുണ്ട്. അതിനിടെ പുതിയ സിനിമയ്ക്കായി കഥ കിട്ടാൻ കാത്തിരിക്കുന്ന മകനോട് പറയാൻ ഒരു എക്സ്ട്രാ ഓർഡിനറി മൊമെന്റ് പോലും തൻ്റെ ജീവിതത്തിൽ ഇല്ലേ എന്ന അന്വേഷണം പഴയൊരു അനുഭവത്തിലേക്കാണ് ഒലിവറിനെ എത്തിക്കുന്നത്. ഒരു കെട്ടുകഥ പോലെ തോന്നിപ്പിക്കുന്ന ആ സംഭവം ഒലിവറിന്റെ ജീവിതത്തെ ആകെ മാറ്റിമറിക്കുന്നു. സ്വജീവൻ മറന്ന് മറ്റൊരു ജീവൻ തിരികെ പിടിച്ച ആ പഴയ കൗമാരക്കാരൻ ഇപ്പോൾ ഒരു യഥാർത്ഥ ഹീറോ ആയിരിക്കുന്നു. വീട്ടിലുള്ളവർ അയാളെപ്പറ്റി അഭിമാനം കൊള്ളുന്നു. പ്രായം ചെല്ലുന്നവർ പഴഞ്ചനാണെന്നും മാറുന്ന ലോകത്തിന് അവരെ ആവശ്യമില്ലെന്നുമുള്ള ചിന്ത ഇന്ന് സമൂഹത്തിലുണ്ട്. എന്നാൽ ജീവിതാനുഭവങ്ങളിലൂടെ അവർ സ്വായത്തമാക്കിയ കരുത്തും കാഴ്ചപ്പാടും സർഗശേഷിയും പുതുതലമുറയ്ക്കുള്ള പാഠപുസ്തകമാണെന്ന് ഈ ചിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വെള്ളിത്തിരയുടെ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ. I'm always imperfect at my home.